4 പദയാത്രകൾ ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചു. അപ്പോൾ ഞാൻ UDF കൺവീനറോട് ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. അപ്പോൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കാരണം മെയിൻ ജാഥ കഴിഞ്ഞല്ലോ, ഇന്ന് UDF നേതാക്കളുടെ മാർച്ചല്ലേ, ഇനി എത്തിയില്ലെങ്കിലും നേരത്തെ പറഞ്ഞായി കണക്കാക്കണം എന്ന് സൂചിപ്പിച്ചു. കൺവീനർ അത് പത്രക്കാരോട് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കാലത്ത് മുതൽ എല്ലാ ചാനലുകളിലും ക്യാപ്റ്റൻ മുങ്ങി. പക്ഷേ ഒരു ഗുണമുണ്ടായി. എൻ്റെ യാത്ര കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചവരെയുള്ള എല്ലാ രംഗങ്ങളും എല്ലാ TV യിലും കാണിച്ചു. അത് എടുത്ത സമയത്ത് ഇതൊക്കെ യാത്ര നടക്കുമ്പോൾ ഇതൊന്നും കാണിക്കാൻ നേരം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇന്ന് എൻ്റെ പ്രായശ്ചിത്തമായി കാലത്ത് മുതൽ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏതായാലും നല്ലൊരു പബ്ലിസിറ്റി തന്നെ ലഭിച്ചു. ഏതായാലും അല്പം വൈകിയ നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കാര്യം അടിവരയിട്ട് പറയുന്നത്, വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി ഐക്യജനാധിപത്യ മുന്നണി എന്നും വിശ്വാസികളോടൊപ്പം ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നണി മുന്നോട്ട് പോകും. കോൺഗ്രസ് പാർട്ടിയിലും ജനാധിപത്യ മുന്നണിയിലൊക്കെ നമ്മളൊരു ദേശീയ പാർട്ടി ആയതുകൊണ്ടും പാർട്ടിക്കകത്ത് പല അഭിപ്രായങ്ങളിലപ്പോൾ അഭിപ്രായങ്ങളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് വിചാരിച്ച് അതൊന്നും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ UDFൻ്റെ വിജയത്തിന് 1% പോലും ബാധിക്കില്ല എന്ന് അടിവരയിട്ട് പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.